ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ദുബായിലേക്ക് പോവുകയാണ്. ഇത് ഉമ്മ എന്നെ കൊണ്ടാക്കാൻ വന്നത് ഇവരൊക്കെ. ഹായ് പറ. ഹലോ. അപ്പോൾ നമ്മൾ പിന്നെയും 4-5 ഇയേഴ്സിന് ശേഷമാണ് ദുബായിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആദ്യമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്നൊരു ദുബായിലേക്ക് പോകുന്ന വ്ളോഗ് ചെയ്തിട്ടാണ്. അത് ചെയ്യുമ്പം ഞാനൊക്കെ ഐ തിങ്ക് ഒരു 17-18 ഇയേഴ്സ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം അത് ഹാബ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അന്ന് പിന്നെ കൊറോണ സമയമായിരുന്നു. അപ്പം കുറേ അതിൻ്റെ പ്രോട്ടോക്കോൾസും റെസ്ട്രിക്ഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മറ്റേ കൊറോണക്ക് ഇടുന്ന ആ മാസ്കും മറ്റേ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിരുന്നുണ്ടായത്. അതൊക്കെ ഇപ്പോൾ വരുമ്പോൾ ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് നേരെ കോളേജ് സ്റ്റാർട്ടായി. പിന്നെ അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റിയില്ല വ്ളോഗിങ്ങിൽ, യൂട്യൂബിലൊന്നും. ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് പിന്നെയും യൂട്യൂബിൽ തന്നെ. യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പം ഉമ്മ ഉണ്ടാവും, ഇഹാബ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പം ആദ്യമായിട്ടാണ് ഒറ്റക്ക് പോകുന്നത്. അതിൻ്റെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനില്ല, കൂളാണ്. ബട്ട് എന്താ പറയുക, അതൊരു വേറെ രസം. പക്ഷേ ഫാമിലിയൊക്കെ പോകുമ്പം അത് വേറെ വൈബ്. ഉമ്മാനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഉപ്പാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഉപ്പ അവിടെ ഉണ്ടാവും, വെയിറ്റ് ചെയ്യാനുണ്ടാവും എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ. ഇതാണ് കണ്ണൂർ എയർപോർട്ട്. ഫ്ലൈറ്റ് രാവിലെ 6:30 ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങുകയാണ്. ഗേറ്റ് ഓപ്പൺ ആക്കണത് വരെ. എനിക്കിന്നെ ഉറക്കമൊന്നുമില്ല. സോ ഞാൻ നിങ്ങളിത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായാലും റിലേറ്റീവ്സ് ആയാലും ആർക്കും ഞാൻ ഈ പോകുന്നതും ഷിഫ്റ്റിംഗ് ഒന്നും അറിയില്ല. എല്ലാവരും സാധാ ഈ വ്ളോഗ് കാണുമ്പോഴാണ് അറിയുക. അപ്പം ഐ തിങ്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ വിൽ ബി ഷോക്ക്ഡ്. ലൈക്ക് ഫോർ സം റീസൺ ദേ വിൽ ബി ഷോക്ക്ഡ്. അപ്പം അതന്നെ ഇൻഷാ അല്ലാഹ്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ കാത്തിക്കാണ്. ബാക്കി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് വയ്യെ കാണിച്ചു തരാം. ഓക്കെ.
അങ്ങനെ ഫൈനലി 4 hours ഓഫ് ഫ്ലൈറ്റിന് ശേഷം അബുദാബി എയർപോർട്ടിലെത്തി. ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇവിടെ. അപ്പം ഇപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യണം, ബാഗേജ് എടുക്കണം, പോകണം. യെസ്. Now I'll show the beauty of Abu Dhabi Airport. നമുക്ക് റൂമിലേക്ക് ഓൾറെഡി നല്ല ടയേർഡായി. റൂമിലേക്ക് പോകാൻ ഫ്രഷ്നപ്പ് ആവാം. ബട്ട് അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അപ്പം ഞങ്ങൾ ഏകദേശം കുറച്ചൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ റൂമിലേക്ക് പോവാണ്. അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ടൊന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇവിടെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ ഐ തിങ്ക് എത്രയാണ്, 44 ഡിഗ്രി സെൽഷ്യസ്. നല്ല ചൂടുണ്ട്. വേറെന്താ, അപ്പം അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി എവിടെ പോകുന്ന വിശേഷങ്ങളായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇനി ഫുൾ കണ്ടിന്യൂസ് വ്ളോഗായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ഗൈസ്. യെസ്. ആൻഡ് നൗ ഐ ആം ഡ്രിങ്കിങ് ദിസ് ഡ്രിങ്ക്, strawberry milk Al-Rawabi. So refreshing. And also guys, ഇത് എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പം വന്നിട്ട് ലെറ്റ്സ് അൺബോക്സ് ദിസ്. പെർഫ്യൂമാണെന്ന് തോന്നുന്നു. രണ്ട് പെർഫ്യൂമാണ്. One nice. And the second one is this one. Focus on it. This is better. So thank you so much for this. അപ്പം സൽക്കാരയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു. ഫുഡ് വാസ് യം യം, അടിപൊളി. അപ്പം കുറേ ആൾക്കാർ വിചാരിക്കും
അവൾ ഇത്രയും കാലം നാട്ടിൽ നിന്ന് ഈ ചോറന്നെല്ലാം വെച്ചത് ഇത്ര അടിപൊളിയെന്ന്. പക്ഷേ നമ്മളെ നാട്ടിലെ ഫുഡ് വേറെ നാട്ടിലെത്തി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. And guys, I bought a new pair of Crocs. Look at this. Vlog ends here. ഇത്രയുള്ളൂ. ഇനിയും stay tuned. ഇനിയും പുതിയ vlogs വരും. Okay, bye guys.